ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 13-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ധ്യാനരീതിയാണ് ഇതിൽ വിവരിക്കുന്നത്. സമം കായ ശിരോഗ്രീവം ധാരയൻ അചലം സ്ഥിര, സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശച്ച അനവലോകയൻ. മലയാളം: ശരീരം തെല്ലിണക്കാതെ ശിരോഗ്രീവയുയർത്തിയും, മൂക്കിനറ്റത്തൂന്നീ നേത്രം ദിക്കെങ്ങും നോക്കിടാതെ താൻ. ഇനി 14-ാമത്തെ ശ്ലോകം. പ്രശാന്താത്മാ വിഗതഭിർബ്രഹ്മചാരിവ്രതേ സ്ഥിത, മനഃസംയമ്യ മच्चिത്തോ യുക്ത ആസീത മത്പരാ. മലയാളം: ശാന്തനായി പേടി കൂടാതെ ബ്രഹ്മചര്യം ചരിക്കണം, തന്നിൽ മാനസമൂന്നിത്താൻ ന്യൂനം യോഗമേൽക്കണം. 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് വായിച്ചിരിക്കുന്നത്. അന്വയം: കായശിരോഗ്രീവം സമം, ഉടലും തലയും കഴുത്തും നേർവരയിൽ വരത്തക്ക വിധത്തിൽ നിർത്തി. അചലം ധാരയൻ, ഇളകാതെ വേണം ഇരിക്കാൻ. സ്ഥിരഃ, ഇരിപ്പിൽ നിന്നനങ്ങാതെ. സ്വം, തൻ്റെ. നാസികാഗ്രം സംപ്രേക്ഷ്യ, നാസികാഗ്രത്തിൽ ദൃഷ്ടിയൂന്നി. ദിശഃ ച അനവലോകയൻ, ചുറ്റുപാടും എന്താണ് നടക്കുന്നതെന്ന് നോക്കാതെ. പ്രശാന്താത്മാ വിഗതഭിഹി, പ്രശാന്തചിത്തനായി നിർഭയനായി. ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ, ബ്രഹ്മചര്യനിഷ്ഠയോടെ. മനഃസംയമ്യ, മനസ്സിനെ വഴിപോലെ അടക്കി. മच्चिത്തഃ, പരമാത്മാവായ എന്നിൽ തന്നെ ചിത്തമുറപ്പിച്ച്. മത്പര, എന്നെ തന്നെ പരമലക്ഷ്യമാക്കി കരുതി. യുക്തഃ ആസീത, യോഗയുക്തനായി സ്ഥിതി ചെയ്യണം. കഴിഞ്ഞ ശ്ലോകത്തിൽ അന്ധകരണശുദ്ധി ഉണ്ടാവാൻ ധ്യാനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഏകാന്തത കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇരിക്കാൻ എന്നുള്ളതിൻ്റെ ഒരു വിവരണം തന്നു കഴിഞ്ഞു. ഇതിൽ പറയുന്നത് എങ്ങനെ ഇരിക്കണം എന്നാണ്. നട്ടെല്ല് നേരെ പിടിച്ച് സ്ട്രെയിറ്റായിട്ട് തലയും കഴുത്തും ഉടലും ഒരേ നേർവരയിൽ തന്നെ വെച്ചുകൊണ്ട് വേണം ധ്യാനത്തിലിരിക്കാൻ. അപ്പം നട്ടെല്ല് കുറച്ച് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാനുള്ള കുറച്ച് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എല്ലാം നേരെ തന്നെ നിലനിർത്താൻ പറയുന്നത്. ഇനി അചലൻ, ദേഹം ഇളകാതെ നിർത്തണം. അത് വിചാരിച്ച് നമ്മളിങ്ങനെ ബലം പിടിച്ച് ഇരിക്കാനും പാടില്ല. വളരെ ഫ്രീ ആയിട്ട് ദേഹത്തെ വിടണം. അതേ സമയത്ത് ദേഹം ഇളകാനും പാടില്ല. എല്ലാ അവയവങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്രമമാണ് ആയിരുത്തം. അല്ലാണ്ട് അങ്ങനെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടെൻഷൻ തുടങ്ങും. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൈ ധരിക്കാൻ തുടങ്ങും, കാല് നിലത്ത് ചമ്രം വിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കാല് ഈ മെല്ലെ തരിക്കാൻ തുടങ്ങും. അങ്ങനെ തരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിപ്പ് ഉറക്കില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ. ഒട്ടും ഇളകാതെ തന്നെ സൂക്ഷിക്കണം ശരീരം. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആടിയിട്ട് ഇങ്ങനെ ആടി കളിച്ച് നാമം ചെല്ലുന്ന ഒരു ശീലം ചിലർക്കുണ്ട്. അത് ചെയ്യരുത്. മുന്നോട്ടോ പിന്നോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും ചായാതെ ഇളകാതെ നീണ്ടു നിവർന്ന് ഇരിക്കുക. പിന്നെ എങ്ങനെയാണ്? നോട്ടം എപ്പോഴും മൂക്കിൻ്റെ അറ്റത്തായിരിക്കണം. അപ്പം നമുക്ക് തോന്നും, ഇതെന്തെങ്ങനെ പറയണത്, അപ്പം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം നമ്മൾ ആ നോട്ടം മൂക്കിൻ്റെ അറ്റത്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടെയും എന്താണ്, നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയാണ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പാതി അടഞ്ഞ കണ്ണുകൾ വെച്ച് വേണം ധ്യാനിക്കാനെന്നും നമ്മൾ പറഞ്ഞു. ആ പാതി അടഞ്ഞ കണ്ണുകൾ വെച്ച് മൂക്കിൻ്റെ അറ്റത്തേക്ക് ദൃഷ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രയാസം തോന്നും. ദേഹത്തിന് ചിലപ്പോൾ തലവേദനയോ അല്ലെങ്കിൽ മറ്റ് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നിയെന്ന് വരും. അസ്വാസ്ഥ്യങ്ങൾ ക്ഷണിച്ച് വരുത്തും. അപ്പോൾ അങ്ങനെയല്ല, കണ്ണടച്ചിട്ടാണെങ്കിൽ കണ്ണടച്ച് മെല്ലെ നമ്മൾ മൂക്കിൻ്റെ അറ്റത്തേക്കാണ് നോക്കുന്നത് എന്ന രീതിയിൽ ഇരിക്കണം. ഇനി
കണ്ണ് തുറന്നിരുന്നിട്ടാണ് ധ്യാനം ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ കഴിയുന്നതും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിലും ചെറിയൊരു ശ്രദ്ധ വരും, വീണ്ടും നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. അപ്പോൾ ചുറ്റുപാടും നടക്കുന്ന ഒന്നും ശ്രദ്ധിക്കാതെ വളരെ ഫ്രീ ആയി നമ്മുടെ ദേഹത്തെ തളർത്തിയിട്ട് അതേ സമയത്ത് സ്ട്രെയിറ്റായിട്ട് തലയും ഉടലും കഴുത്തും എല്ലാം സ്ട്രെയിറ്റായിട്ട് വരത്തക്ക വിധത്തിൽ നട്ടൽ നേരെ വെച്ച് വേണം നമ്മൾ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എപ്പോഴാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രാവിലെ ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്നില്ല. കോൺസെൻട്രേഷൻ എപ്പോഴാണോ കിട്ടുന്നത്, നമുക്ക് എപ്പോഴാണോ വിശ്രമം കിട്ടുന്നത്, നമ്മൾ ധ്യാനത്തിന് ഇരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ആദ്യം പറയുന്ന പോലെ അവിടെ അടുപ്പത്ത് എന്തോ വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പുറത്ത് കുട്ടി കരയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്നെ ഭർത്താവ് വിളിക്കുന്നുണ്ടല്ലോ, ഭാര്യ വിളിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഏകാഗ്രതയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഏത് സമയമാണോ ഇവരിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ ഇരിക്കുന്നത് അങ്ങനെയുള്ളൊരു സമയം തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് ധ്യാനം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് മെല്ലെ ഒരു ആനന്ദം, അതായത് ഈശ്വരനിലേക്ക് മെല്ലെ നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് തന്നെ കാണാൻ പറ്റും. മെല്ലെ ഒരു ആനന്ദം കിട്ടും, സംതൃപ്തി അനുഭവപ്പെടും. നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ നമുക്ക് തന്നെ കാണാനും സാധിക്കും. അപ്പോഴും നമുക്ക് ചെറിയൊരു ശത്രു അവിടെ ഉണ്ട്, ഭയം. എന്താ വെച്ചാൽ നമ്മൾ ഈ വിഷയങ്ങളിൽ ഇങ്ങനെ തൽപരരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ധ്യാനം പരിശീലിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലും നമുക്ക് ഇനി എന്താണെന്ന് അറിയില്ല. അപ്പോൾ ധ്യാനം ഇങ്ങനെ ധ്യാനിച്ച് നമ്മൾ ലയിച്ചു പോവോ അല്ലെങ്കിൽ ഇല്ലാതെയായി പോവോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടാവും. മാത്രമല്ല എല്ലാവരിൽ നിന്നും ഭയം ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ധ്യാനത്തിന് ഇരിക്കുന്നു, അപ്പോഴും ചുറ്റുവട്ടത്ത് നമ്മുടെ വീട്ടിൽ തന്നെ മറ്റുള്ള ആൾക്കാരിൽ, നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള, നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടി കരയുന്നു, നമ്മുടെ വീട്ടിലെ കുട്ടി കരയുന്നു. അപ്പോൾ അയ്യോ എന്തിനാണാവോ കരയുന്നത്, ഭയമായി അവിടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടു, അയ്യോ വല്ലാത്തൊരു ശബ്ദമാണല്ലോ കേട്ടത്, എന്നാൽ അതെന്താന്ന് നോക്കിയിട്ട് വരട്ടെ, അപ്പോഴേക്കും ഏകാഗ്രത പോയി. അപ്പം ഭയം എപ്പോഴും നമ്മുടെ കൂട്ടിനുണ്ടാവും. ആ ഭയത്തെ, ആ കൂട്ട് വേണ്ട, തൽക്കാലം എൻ്റെ കൂട്ടിനിപ്പോൾ വരണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ. ആ ഭയം ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ഏകാഗ്രത മുഴുവനായിട്ടും കിട്ടുള്ളൂ. ആത്മീയമായിട്ട് ഭഗവാനെ നമ്മുടെ ഉള്ളിൽ തന്നെ കാണാനായിട്ടും സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് യോഗി നിർഭയനായിരിക്കണമെന്ന് പറഞ്ഞത്. ഇനി മനസ്സ് വളരെ പ്രശാന്തമായിട്ട്, വളരെ ശാന്തമായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് മെല്ലെ ആത്മവിചാരങ്ങൾ വരും. ആ ആത്മവിചാരം വന്ന് തുടങ്ങിയാൽ നമ്മൾ മെല്ലെ ഭയം മെല്ലെ മറക്കും. അങ്ങനെ നിർഭയനായിട്ട് മാറുകയും ചെയ്യും. ഇനി അടുത്തത് പറയുന്നത് ബ്രഹ്മചര്യവ്രതമാണ്. ഒരു സാധകൻ എപ്പോഴും ബ്രഹ്മചര്യവ്രതം പാലിക്കുന്നത് നല്ലതാണ്. ബ്രഹ്മചര്യവ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന അർത്ഥം ഒരു ലൈംഗിക സംസർഗത്തിൻ്റെ നിഷേധം എന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്യുക എന്നാണ് ഈ ബ്രഹ്മചര്യവ്രതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ഇതിനു മുന്നേയുള്ള അധ്യായത്തിൽ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് ധാരാളം വാതിലുകൾ ഉണ്ട്. അവയാണ് ഇന്ദ്രിയങ്ങൾ. അവ എപ്പോഴും തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ശത്രുക്കൾ ഇന്ദ്രിയങ്ങൾ വഴി എല്ലാ സംസാര സാഗരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. ആ ശത്രുക്കളൊക്കെ നമ്മുടെ മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടില്ല. അതിൽ നിന്നെല്ലാതും വിടുതൽ ചെയ്യണം. എല്ലാം വിട്ട് നമ്മൾ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി മനസ്സിന് എപ്പോഴും എവിടേക്കെങ്കിലും സഞ്ചരിക്കാൻ, അതായത് വ്യാപരിക്കാൻ എപ്പോഴും എന്തെങ്കിലും ഒരു മണ്ഡലം വേണം. അപ്പോൾ അത് ബാഹ്യവിഷയം അങ്ങനൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ബാഹ്യവിഷയങ്ങളിലേക്ക് അതിന് നീങ്ങാനായിട്ട് തോന്നില്ല. അതാണ് ബ്രഹ്മചര്യ ശീലിച്ചു കഴിഞ്ഞാലുള്ള ഗുണം. അപ്പോൾ നമ്മൾ ബാഹ്യവിഷയത്തിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ചിട്ട് കാര്യമില്ല. പിൻവലിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ പറ്റിയിട്ട് അറിയുകൂടെ വേണം. അതിലേക്ക് മനസ്സിനെ വ്യാപരിക്കാനായിട്ട് വിടണം. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ
നമുക്ക് എന്താണ് പരമാത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവുന്നു. നമുക്ക് ഒരു പരമമായിട്ടുള്ള ആനന്ദം കിട്ടുന്നു, ആത്മസാക്ഷാത്കാരം കിട്ടുന്നു. അപ്പോൾ പ്രശാന്തി കൊണ്ട് നമ്മളുടെ ബുദ്ധിയെ നിയന്ത്രിക്കാം. നിർഭയത്വം കൊണ്ട്, ഭയമില്ലാതെ നമുക്ക് മനസ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ശരീരം നിയന്ത്രണാധീനമാക്കാം. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ യോഗിക്ക് മനസ്സിനെ ആത്മോന്മുഖമാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇതെല്ലാം നേടിക്കഴിഞ്ഞ മനസ്സിനെ ആത്മാവിൽ തന്നെ ഉറപ്പിച്ച് നിർത്തി മച്ചിത്തഹ, ആത്മാവിനെ തന്നെ പരമലക്ഷ്യമായി കരുതി മത്പരഹ, യോഗയുക്തനായിട്ട് യുക്തഹ ആസീത്, യോഗയുക്തനായിട്ട് സ്ഥിതി ചെയ്യണം, അല്ലെങ്കിൽ ധ്യാനനിഷ്ഠയിൽ ഇരിക്കണം. അപ്പോൾ മത്പരഹ എന്ന് പറയണത് യോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. അപ്പോൾ മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ തൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ ഭാവനയിൽ ഇങ്ങനെ കണ്ട് ആ സാധകൻ ഇപ്പോൾ ഉള്ള സംസാരസാഗരത്തിൽ നിന്ന് മുക്തി നേടി ആത്മസ്വരൂപത്തിലേക്ക് മെല്ലെ നീങ്ങി അവിടെ പരമാനന്ദം കിട്ടുക തന്നെ ചെയ്യും. ഇങ്ങനൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ധ്യാനത്തിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ധ്യാനം ചെയ്യണം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല. നമുക്ക് ധ്യാനം ചെയ്യണമെങ്കിൽ ആദ്യം പറഞ്ഞു നമുക്ക് ഏകാഗ്രത കിട്ടുന്ന ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭയമൊക്കെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ഏറ്റവും ഉയർന്ന സ്ഥലത്തിരിക്കരുത്, വളരെ താഴ്ന്നൊരു സ്ഥലത്തിരിക്കരുത്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഈ ഭയം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നട്ടെല്ലാം എങ്ങനെ വെക്കണം, തലയും കഴുത്തും ഉടലൊക്കെ എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ എവിടേക്കാണ് നമ്മുടെ ദൃഷ്ടി എവിടേക്കാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ പ്രശാന്തനായിട്ടിരിക്കണം, നിർഭയനായിരിക്കണം, ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കണം, മനസ്സിനെ മുഴുവനായിട്ടും അടക്കി, അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ഭഗവാനാണ് എൻ്റെ പരമലക്ഷ്യം എന്ന്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യം എന്ന് കരുതി ഒരു യോഗനിഷ്ഠയിൽ അല്ലെങ്കിൽ ധ്യാനത്തിന് ഇരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ 13ഉം 14ഉം കഴിഞ്ഞു. ഇനി 15ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ ഇരുന്ന് ധ്യാനം ആചരിച്ചാൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണോ.